Hi everyone, welcome to the channel Swastha Foods. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് curd rice ആണ്. ലഞ്ചിന് ഡിന്നറിനൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. curd rice ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ ഇവിടെ ചെറിയ അരിയാണ് എടുത്തേക്കുന്നത്. സോന മസൂരി അതുപോലത്തെ അരി. ഇനി നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ സോക്ക് ചെയ്യാൻ വെക്കാം. ചോറ് നല്ലോണം സോഫ്റ്റായി കിട്ടാനാണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി ഒരു കുക്കറിൽ 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇത് 2 വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി curd റൈസിന് ആവശ്യമായിട്ടുള്ള കടുക് വറക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. കടായിക്കകത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തോട്ട് 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം. ഇനി ഇതിൻ്റെ അകത്തോട്ട് 4-5 കാഷ്യൂ നട്ട്സ്, കാഷ്യൂ നട്ട്സ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇടുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഉണക്കമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പ്, ഒന്ന് വഴറ്റുക. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ ചോറിൻ്റെ അകത്ത് ഒഴിക്കാവൂ. പിന്നെ ചോറ് നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ചോറ് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ചോറ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ചോറ് നല്ലോണം തണുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം തൈര് ഒത്തിരി പുളിച്ചു പോകും, അതുകൊണ്ടാണ് പാലൊഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ക്യാരറ്റിൻ്റെ പകുതി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കടുക് വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. അപ്പോൾ curd റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കുറച്ച് പോമഗ്രാനൈറ്റ് ഇടാം, ഓപ്ഷനിലാണ്. താങ്ക് യു.